എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഫോണുകൾ നമ്മളുടെ യഥാർത്ഥ ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. പകരം നമ്മൾ കാറിലുണ്ടാകുന്ന ഒരു ചാർജർ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. അതാണെങ്കിൽ നമ്മുടെ ഫോണിനെ എളുപ്പം കേടാക്കി കളയുന്ന ഒരു ചാർജറാണത്. ഹെവി ആംബിയറാണ് ഈ കാറിൽ നിന്നുള്ള ചാർജിങ്ങിൽ കടന്നു വരുന്നത്. അപ്പോൾ ഫോൺ വളരെ പെട്ടെന്ന് ചാർജ് ആകുകയും കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ചാർജ് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ യഥാർത്ഥ ചാർജർ വെച്ച് തന്നെ ചാർജ് ചെയ്യുന്നതാണ്. കമ്പനി നിർദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. യാതൊരുവിധ കേടുപാടുകളും നമ്മളുടെ മദർ ബോർഡിനോ ഫോണിനോ പറ്റാതിരിക്കാനാണ് കമ്പനി അങ്ങനെ പറയുന്നത്. അപ്പോൾ വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മൾ പല ചാർജർ വെച്ച് ചാർജ് ചെയ്യുന്നത് കൊണ്ടും ഇല്ലെങ്കിൽ ഈ കാറിലോ നമ്മൾ വേറെ ഏതെങ്കിലും വാഹനത്തിൽ പോകുമ്പോൾ അതിൻ്റെ ചാർജർ വെച്ചൊക്കെ ചാർജ് ചെയ്യുമ്പോഴും നമ്മളുടെ ഫോൺ പെട്ടെന്ന് കേടായി പോകുന്നു. അതിൻ്റെ കാരണം ഇതാണ്, യഥാർത്ഥ ചാർജറുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥ ചാർജറുകൾ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആംബിയർ അല്ല ആ ഫോണിലോട്ട് കടത്തി വിടുന്നത്, ഹെവി ആംബിയർ ആയിരിക്കും. കൃത്യമായിട്ടുള്ള ആംബിയർ പല ഫോണിനും പല വിധത്തിലാണ്. അപ്പോൾ ചില ഫോണിന് 1 ആംബിയർ ആണെങ്കിൽ ചിലത് 1.5, ചിലത് 2 ആംബിയർ ഉണ്ടാവും, ഇല്ലെങ്കിൽ 3 ആംബിയർ വരെയൊക്കെ ഉള്ളതുണ്ടാവും. പക്ഷേ നമ്മളുടെ കാറിലിരിക്കുന്ന ബാറ്ററി ആകട്ടെ 40 ആംബിയർ മുതൽ 70 ആംബിയർ വരെ ഉള്ളതാണ്. അപ്പോൾ അതിൽ കൂടി കടന്നു വരുന്ന കറണ്ടിൻ്റെ പ്രവാഹം വളരെ കൂടുതലായത് കൊണ്ടാണ് നമ്മളുടെ മൊബൈൽ ഫോണുകൾ വളരെ പെട്ടെന്ന് ചാർജ് ആകുകയും എന്നാൽ അത് താൽക്കാലികമായിട്ട് തന്നെ നിലനിൽക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് നമ്മളുടെ ഈ വീഡിയോ. നമ്മൾക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ 220 വോൾട്ട്, അതായത് നമ്മളുടെ യഥാർത്ഥ ചാർജർ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാം. അതിൽ കാറിൽ ഉപയോഗിക്കുന്ന ഒരു മിനി പവർഫുൾ ജനറേറ്റർ അല്ലെങ്കിൽ മിനി പവർഫുൾ ഇലക്ട്രോണിക് ജെൻസെറ്റ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ പവർഫുൾ ഇൻവെർട്ടർ ആണ് നമ്മളിവിടെ നിർമ്മിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിലുള്ളതാണ്. നമ്മൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 750 രൂപ കൊണ്ട് ഇതിൻ്റെ എല്ലാ വർക്കുകളും തീർത്തിറങ്ങാൻ പറ്റും. പിന്നെ അതിൽ ചെറുതുമുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു 5 ആംബിയർ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മൾക്കിതിൽ ചാർജർ മാത്രമല്ല, ഇങ്ങേറ്റം ഒരു പവർഫുൾ ഫാൻ വരെ കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 220 അപ്ലയൻസ് നമുക്കിതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമൂലം നമ്മൾക്ക് 1, 2, 3 ഐറ്റമൊക്കെ ഇതിൽ പ്രവർത്തിപ്പിക്കാം. മൊബൈൽ ചാർജിങ് മാത്രമാണെങ്കിൽ നമുക്ക് ഇത്രയും ചിലവ് വരില്ല, ഒരു 500 രൂപയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു ട്രാൻസ്ഫോമർ മതി, 2 ആംബിയറിൻ്റെ ട്രാൻസ്ഫോമർ മതി. ബാക്കി ഉപയോഗിക്കുന്ന ഐറ്റം മോസ്ഫെറ്റ് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ ഈ ചെറിയ മിനി ഇൻവെർട്ടർ ഉണ്ടാക്കുന്നത്. 4 മോസ്ഫെറ്റ് വെച്ചാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. 4 മോസ്ഫെറ്റ് IRZ44N എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള മോസ്ഫെറ്റാണ്. ഇതിൻ്റെ വില 20 രൂപയേ ഉള്ളൂ. നമ്മൾ 4 മോസ്ഫെറ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ അതിൽ 4 റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ റെസിസ്റ്ററുകളുടെ വാല്യൂ 2 തരത്തിലുള്ളതാണ്. ഇതിൻ്റെ വാട്ടും 2 തരത്തിലുള്ളതാണ്. അപ്പോൾ 4 റെസിസ്റ്ററുകൾ നമ്മൾ 2 വാട്ട് റെസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ 2 വാട്ട് റെസിസ്റ്റർ ഒരെണ്ണത്തിന് 3 രൂപ വരും. അപ്പോൾ 4 റെസിസ്റ്റർ നമുക്ക് 12 രൂപ വരും. ഇതിൽ ഒരു ഹീറ്റ് സിങ്ക് വാങ്ങിയതായിട്ടുണ്ട്. ഹീറ്റ് സിങ്കിന് ഏകദേശം 30 രൂപ മുതൽ അങ്ങോട്ട് 100 രൂപ വരെ ഉള്ളതുണ്ട്. അത് മൾട്ടി റിഫ്ലക്റ്റബിൾ ഹീറ്റ് എമിറ്റിംഗ് ഹീറ്റ് സിങ്കുകളുണ്ട്. അപ്പോൾ നല്ല ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരം ഇത് വർക്ക് ചെയ്താലും മോസ്ഫെറ്റ് ചൂടാകത്തില്ല. ട്രാൻസ്ഫോമർ 5 ആംബിയർ ആണെങ്കിൽ ട്രാൻസ്ഫോമറും ചൂടാകില്ല. മൊബൈൽ ചാർജർ മാത്രമാണെങ്കിൽ ചെറിയ ട്രാൻസ്ഫോമർ മതി. അതിൽ 2 മോസ്ഫെറ്റ് വെച്ച് ഇതേപോലെ പവർഫുള്ളായിട്ട് ഉപയോഗിക്കാം. പക്ഷേ കൂടുതലും നമ്മൾക്ക് അതിൽ സേഫ്റ്റി ആയിട്ട് കണ്ടിരിക്കുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ വർക്ക് ചെയ്യിച്ചിട്ടുള്ളത് 4 മോസ്ഫെറ്റ് വെച്ചിട്ടുള്ളതാണ്. 4 മോസ്ഫെറ്റ് വെച്ചിട്ടുള്ളതാണെങ്കിൽ ചൂടാവുന്ന പ്രശ്നമില്ല, എത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്യാം കാറിൽ. പക്ഷേ 2 മോസ്ഫെറ്റ് ആണെങ്കിൽ മോസ്ഫെറ്റ് ഒന്ന് ചൂടാകുന്നുണ്ട്, അതേപോലെ ട്രാൻസ്ഫോമറും ചെറിയൊരു ഹീറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പരീക്ഷണം ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് അധികം ടൈം ചാർജ് ചെയ്യണമെങ്കിൽ ചെറുത് മതി, അല്ലെങ്കിൽ ഈ 5 ആംബിയറും 4 മോസ്ഫെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടാണ് നല്ലത്. ഈ രണ്ടിൻ്റെയും സർക്യൂട്ട് ഡയഗ്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇത് ലെങ്ത് കൂടിയ ഒരു വീഡിയോയാണ്. വളരെ ഡീറ്റെയിൽഡായിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ചെറിയൊരു അറിവുള്ള ആൾക്ക് വരെ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് പറഞ്ഞു തരികയും ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ഇതിൻ്റെ 2ാം ഭാഗവും കാണുകയും ചെയ്താലേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുകയുള്ളൂ. ഇനി നമുക്കിതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുമെങ്കിൽ അവർക്ക് കൂടി അയച്ചു കൊടുക്കുവാനും താല്പര്യപ്പെടുന്നു. ഒരു മിനി പവർ ഇൻവെർട്ടർ നിർമ്മിക്കാൻ ആവശ്യമായി വരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. നമുക്ക് കാറിൽ മൊബൈൽ ചാർജർ, അതിൻ്റെ ചാർജർ കൊണ്ട് തന്നെ ചാർജ് ചെയ്യാനായിട്ട് 220 വോൾട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അത് ചാർജ് ചെയ്യുവാനായിട്ട് 220 വോൾട്ട് ഈ മിനി പവർഫുൾ ഇൻവെർട്ടർ വെച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ പവർഫുൾ ഫാൻ വരെ നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്യാം. ചെറിയ ടൈപ്പ് 220 വോൾട്ടിൽ പവർഫുൾ ഫാനുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ കണക്ട് ചെയ്യാം. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇത്തിരി പവർ കൂട്ടാനുള്ള സംവിധാനവും ഇതിൽ പറയുന്നുണ്ട്. ഇത് മോസ്ഫെറ്റ് ആണ്, IRF-Z44N ടൈപ്പ് മോസ്ഫെറ്റ് ആണ്. ഇത് ഏറ്റവും ചെറിയ ഇൻവെർട്ടറിന് 2 മോസ്ഫെറ്റ് മതി. ഇതിൽ നമ്മൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഇൻവെർട്ടറിന് 4 മുതൽ 6 വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുവാനാണെങ്കിൽ 2 മതി. എന്നിരുന്നാലും നിങ്ങൾ 4 ഇടുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഒരു പവർ കൂടി അതിൽ കണക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം. അടുത്തതായി വരുന്നത് റെസിസ്റ്ററാണ്. ഇത് 2.2K ഓംസ് 2 വാട്ട് റെസിസ്റ്റൻസ് ആണ്. അടുത്തതായി വരുന്നത് 1K ഓം 2 വാട്ട് റെസിസ്റ്ററാണ്. അടുത്തതായി ഹീറ്റ് സിങ്ക് ആണ്. ഹീറ്റ് സിങ്ക് നിങ്ങൾക്ക് 2 ടൈപ്പ് ഹീറ്റ് സിങ്ക് ഉണ്ട്. ഇത് നമുക്ക് മഫ്ലർ പോലത്തെ ഹീറ്റ് സിങ്ക് ആണ്. ഇത് വേഗം ചൂട് എമിറ്റ് ചെയ്യുന്ന ഹീറ്റ് സിങ്ക് ആണ്. ഇത് ഉപയോഗിക്കുന്നതാണ് കുറച്ച് ബെറ്റർ. എന്നിരുന്നാലും ഇത് നല്ല കട്ടിയുള്ള ഇതാണ്, അതുകൊണ്ട് ഇതിട്ടാലും കുഴപ്പമില്ല. എന്നിരുന്നാലും ബെറ്റർ ഇതാണ്. അടുത്തതായി വരുന്നത് ട്രാൻസ്ഫോമർ ആണ്. ഇത് 12 വോൾട്ട് ടു 220 വോൾട്ട് 2 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ചെറിയ പർപ്പസിന് ഇത് ഉപയോഗിക്കാം. അടുത്തതായിട്ട് വരുന്നത് 220 വോൾട്ട് AC 12 5 ആംപിയറിൻ്റെതാണ്. ഇത് നിങ്ങൾക്ക് ചാർജറും മറ്റു ഫാനുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായി വരുന്നത് ബാറ്ററിയിൽ നിന്നും വരുന്ന കണക്റ്റിംഗ് വയറാണ്. ഇതിലൊരു സ്വിച്ച് കൂടി വെക്കണം ബാറ്ററിയിൽ. അതൊരു പവർഫുൾ സ്വിച്ച് ആയിരിക്കണം. ബാറ്ററിയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് വലിയ വയറുകളാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കാണിക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത് 4mm വയറാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാറിൽ നിന്നും ബാറ്ററിയിലോട്ട് വലിയ അകലമില്ലെങ്കിൽ ഒരു 6mm വയറെങ്കിലും ഉപയോഗിക്കുക. ഇത് 1mm വയറാണ്. ഇത് ഇൻവെർട്ടർ ലിങ്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അടുത്തതായി വരുന്നത് ഇവിടെ കാണിക്കുന്നതിനായിട്ട് ഇതൊരു ചെറിയ 12 വോൾട്ട് 7Ah ബാറ്ററി. സാധാരണ കാറിലിരിക്കുന്നത് ഇത്തിരി വലിയ ടൈപ്പ് ബാറ്ററിയാണ്. ഇത് ഇൻവെർട്ടറിന് ഉപയോഗിക്കുന്ന ഒരു 12 വോൾട്ട് 100Ah ബാറ്ററിയാണ്. സാധാരണ കാറിൽ മിനിമം 40 ആംപിയറിൻ്റെ ബാറ്ററിയാണ്. വലിയ കാറിലാണെങ്കിൽ ഒരു 70 ആംപിയറിൻ്റെ. അപ്പോൾ ഇത് രണ്ടിലും നിങ്ങൾക്കിത് കണക്ട് ചെയ്യാം. ഞാനിത് രണ്ടിലും വെച്ചാണ് ഇത് ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു 4 മോസ്ഫെറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു മിനി ഇൻവെർട്ടറാണ്. ഇത് നമുക്ക് മൊബൈൽ ചാർജറും അത്യാവശ്യം ഒരു ഫാനും വേറെ എന്തെങ്കിലും ഒരു ബർണും കൂടി ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഹീറ്റ് സിങ്കുകളായിട്ട് ഈ 2 മോസ്ഫെറ്റ് വെച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോസ്ഫെറ്റിൻ്റെ എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പം ആദ്യം പറഞ്ഞ ടൈപ്പ് ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പമാണെങ്കിൽ കുറച്ച് ബെറ്ററാണ്. അപ്പോൾ ഹീറ്റ് വളരെ ലോ ആയിരിക്കും വലുതിടുമ്പോൾ. ഇത് 2 മോസ്ഫെറ്റ് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന മിനി ഇൻവെർട്ടറാണ്. ഇത് നിങ്ങൾക്ക് മൊബൈൽ ചാർജർ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മാത്രം മതി. ഇത് ഞാനൊരു PCBയിലാണ് ഇത് രണ്ടും ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കാണിച്ചത് നമ്മൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഓപ്പണായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്ലെയിൻ PCB വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ PCB ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി. ഈ ഹീറ്റ് സിങ്ക് ഒറ്റ ഹീറ്റ് സിങ്ക് ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മോസ്ഫെറ്റ് പിടിപ്പിക്കുമ്പോൾ മോസ്ഫെറ്റും ഹീറ്റ് സിങ്കും തമ്മിൽ കോണ്ടാക്റ്റ് ആകാതിരിക്കാനായിട്ട് അതൊരു മൈക്ക ഷീറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അതാണ് ഈ ഒരു മൈക്ക ഷീറ്റ്. വളരെ ചെറിയൊരു ഹീറ്റ് സിങ്ക് ആണ്. ഇതിൽ മൈക്ക ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. മൈക്ക ഷീറ്റിന്റെ ഒരു വെള്ള പേസ്റ്റ് കിട്ടും. അതിൽ വെച്ചിട്ട് മോസ്ഫെറ്റും ഇതും തമ്മിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതും ഒരു മൈക്ക ഷീറ്റാണ്. മോസ്ഫെറ്റ് ഈ മൈക്ക ഷീറ്റുമായി ബന്ധിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള സ്ക്രൂകൾ വാങ്ങാൻ കിട്ടും. അത് പ്ലാസ്റ്റിക് ആണ്. മോസ്ഫെറ്റ് ഹീറ്റ് സിങ്കുമായിട്ട് കോണ്ടാക്റ്റ് ആകാതിരിക്കുവാൻ എളുപ്പത്തിലുള്ള ഒരു സ്ക്രൂ ആണിത്. ഇത് നമ്മൾക്ക് അത്യാവശ്യമായി വരുന്ന ഒരു വോൾട്ട് ചെക്കിംഗ് മീറ്ററാണ്. ഇത് AC വോൾട്ടും ഇതിലളക്കാം. ഇത് 300 വോൾട്ട് വരെ AC അളക്കാം. 2 വോൾട്ട് വരെ DCയും അളക്കാം. ഒരു ബോക്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കയറി കണ്ടാൽ മതി. അതുപോലെ തന്നെ
ഈ മൾട്ടിമീറ്റർ വെച്ച് നിങ്ങൾക്ക് AC വോൾട്ടും DC വോൾട്ടും കണ്ടിന്യൂറ്റിയും റെസിസ്റ്റൻസും ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റ് ഇതിൽ മുതലായവ ചെക്ക് ചെയ്യാൻ പറ്റും. കൂടുതലും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന മൾട്ടി ടെസ്റ്ററാണ്. നേരത്തെ AC DC വോൾട്ട് അതാണ് നമ്മൾ കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു വലിയ 12 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. ഇത് 10 ആംപിയർ ആണ്. ഇത് വലിയൊരു ഇൻവെർട്ടറിന് ഉപയോഗിക്കുന്നതാണ്. ഏകദേശം 1000 VA വരെ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൽ കൊടുക്കാം. ഇതിൻ്റെ വീതി 4.5 ഇഞ്ചാണ്. ഇതിൻ്റെ വെയിറ്റ് 5.5 കിലോ അടുത്ത് വരുന്നുണ്ട്. ഇതുപയോഗിച്ചും ഈ ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കാം. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലോഡ് വേണമെങ്കിൽ കൂടുതൽ ഇതിൽ കണക്ട് ചെയ്യാം. ഈ മിനി പവർഫുൾ ഇൻവെർട്ടർ ഉണ്ടാക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഹീറ്റ് സിങ്കിൽ 4 മോസ്ഫെറ്റുകളാണ് പിടിപ്പിക്കുന്നത്. ഇതിൽ 6 മോസ്ഫെറ്റുകൾ വരെ പിടിപ്പിക്കാവുന്ന അത്ര ഒരു സ്പേസ് ഉണ്ട്. ഹീറ്റ് എംറ്റിങ് കൂടുതലുള്ള ഗ്രില്ല് പോലത്തെ ഹീറ്റ് സിങ്ക് ഉപയോഗിച്ചാൽ കുറച്ച് നല്ലതാണ്. ഇതാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിക്കുവാൻ വേണ്ടി ഞാനിത് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ മൈക്ക ഷീറ്റ് ഇതിൽ ഫിറ്റ് ചെയ്യാം. ഓരോ മോസ്ഫെറ്റ് വരുന്നിടത്തും മൈക്ക ഷീറ്റ് ഇടുക. ഇനി നമുക്ക് ഈ മോസ്ഫെറ്റ് ഇതിൽ ഇങ്ങനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഫിറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ വലിച്ചു നിർത്തുന്ന ഒരു ക്ലാമ്പാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് നിർത്താം. ഇപ്പോൾ നമ്മൾ 4 മോസ്ഫെറ്റ് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ 2 മോസ്ഫെറ്റ്, അതേപോലെ അടുത്ത സൈഡിൽ 2 മോസ്ഫെറ്റ്. ശരിക്കും ഇതിൽ 6 മോസ്ഫെറ്റ് വെക്കാം. അപ്പോൾ 4 മോസ്ഫെറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 2 മോസ്ഫെറ്റ് തമ്മിൽ നമ്മളിനി ലിങ്ക് ചെയ്യുകയാണ്. ഇതാണ് മോസ്ഫെറ്റിൻ്റെ ഒന്നാമത്തെ ലെഗ്, രണ്ടാമത്തെ ലെഗ്, മൂന്നാമത്തെ ലെഗ്. ഇത് മോസ്ഫെറ്റിൻ്റെ ഗേറ്റും ഇത് ഡ്രെയിനും ഇത് സോഴ്സുമാണ്. ഈ സോഴ്സാണ് ഇതിൻ്റെ നെഗറ്റീവായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സ് നമുക്ക് ഒരു വയർ വെച്ച് ബന്ധിപ്പിക്കാം. ഞാനിവിടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വയറ് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ നമുക്കിത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇങ്ങനെ സോൾഡർ ചെയ്യുമ്പോൾ ഒന്നും ടച്ച് ആകാതിരിക്കാൻ നോക്കുക. ഈ 3 ലെഗുകൾ തമ്മിൽ ടച്ച് ആകാതെയും ഈ ഹീറ്റ്സിങ്ങിൽ ടച്ച് ആകാതെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു വശത്തെ 2 മോസ്ഫെറ്റുകളിലെ ഡ്രെയിൻ നമുക്ക് സോൾഡർ ചെയ്ത് ബന്ധിപ്പിക്കുക. മോസ്ഫെറ്റിൻ്റെ 3 ലെഗുകളും 3 കളർ വയർ ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് നമ്മൾ ബ്ലാക്ക് വയർ വെച്ച് എല്ലാത്തിലും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് നെഗറ്റീവാണ്. അടുത്തത് നമ്മൾ ഇതിൻ്റെ ഡ്രെയിൻ ആയത് ഇത് 2 മോസ്ഫെറ്റിന് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗേറ്റ് നമ്മൾ ഈ മഞ്ഞ വയർ വെച്ചാണ് ലിങ്ക് ചെയ്യുന്നത്. ഇത് 1 സ്ക്വയർ mm വയറാണ്. അപ്പോൾ ഇതേപോലെ ഇത്തിരി കട്ടിയുള്ള വയർ തന്നെ ഉപയോഗിക്കുക. ഇത് പാരലൽ കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഒറ്റ ഇതായിട്ട് വർക്ക് ചെയ്തോളും. ഇത് വാട്ട്സ് കൂടുതലെടുക്കുമ്പോൾ ഹീറ്റ് കുറയാനും ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനുമാണ് ഇത് 2 എണ്ണം പാരലൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന പോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ ചെയ്യുക. നമുക്ക് 1K ohms റെസിസ്റ്റർ 2 വാട്ട് ഇതിൻ്റെ ഒരു സെക്ഷനിലെ മോസ്ഫെറ്റിൽ നിന്നും അടുത്ത സെക്ഷൻ മോസ്ഫെറ്റിലോട്ട് ഗേറ്റിൽ നിന്നും ഇതിൻ്റെ സോഴ്സിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ 2 സെക്ഷൻ മോസ്ഫെറ്റിന്റെ ഓരോ മോസ്ഫെറ്റിന്റെയും ഗേറ്റിൽ നിന്നും സോഴ്സിലോട്ട് ഈ 1K ohm 2 വാട്ട് റെസിസ്റ്റർ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി വളരെ എളുപ്പത്തിൽ ഞാനിവിടെ ഇങ്ങനെ സോൾഡർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ 2 സെക്ഷനിലെ മോസ്ഫെറ്റിൻ്റെ ഒന്നാമത്തെ പിന്നിൽ നിന്നും ഇതിൻ്റെ മൂന്നാമത്തെ പിന്നിലോട്ട് 1K 2 വാട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 സെക്ഷനിൽ അതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒരു 2K 2 വാട്ട് റെസിസ്റ്ററാണ് കണക്ട് ചെയ്യാനുള്ളത്.
ഈ സെക്ഷനിലെ നടുക്കത്തെ പിന്നിൽ നിന്നും ഒരു 2K to 2 watt റെസിസ്റ്റർ സോൾഡർ ചെയ്യാം. നമുക്ക് അതിൻ്റെ അറ്റം ഈ സെക്ഷനിലെ ഒന്നാമത്തെ പിന്നിലോട്ട് സോൾഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ സെക്ഷനിലെ ഈ രണ്ട് മോസ്ഫെറ്റിലെ ആദ്യത്തെ പിന്നിൽ നിന്നും ഈ രണ്ട് മോസ്ഫെറ്റിന്റെ നടുവിലത്തെ പിന്നിലോട്ടും ഒരു 2K to റെസിസ്റ്റർ 2 watt കണക്ട് ചെയ്യാം. ഈ രണ്ട് മോസ്ഫെറ്റും തമ്മിൽ പാരലൽ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അത് ഈ രണ്ട് സെക്ഷനിലും ഈ രണ്ട് റെസിസ്റ്റർ വീതം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കത്തെ പിന്നിൽ നിന്നും രണ്ട് വയറുകൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂന്നാമത്തെ പിന്നെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഒരു ബ്ലാക്ക് വയർ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്നും തമ്മിൽ കൂട്ടിമുട്ടിയില്ലെന്നുള്ളത് പ്രത്യേകം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ബോർഡിലാണ് പിടിപ്പിക്കുന്നതെങ്കിൽ ഒന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇരുന്നോളൂ. ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോണ്ടാക്റ്റ് ഒന്ന് നോക്കാം, ടച്ച് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. നമുക്ക് ഈ 2 ആംപിയർ 12 ട്രാൻസ്ഫോമറിലോട്ട് കണക്ട് ചെയ്യാം. ഈ നടുക്കത്തെ പിന്നിൽ നിന്നും വരുന്ന ഈ വയർ, അതായത് ഡ്രെയിൻ, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ അറ്റത്തും കണക്ട് ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനിലെ നടുക്കത്തേതും ഈ അറ്റത്ത് കണക്ട് ചെയ്യുക. ഇത് നമുക്ക് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഈ നടുക്കത്തെ വയറിൽ നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു സ്വിച്ച് വെച്ചിട്ട്, ഒരു ഇലക്ട്രിക്കൽ സ്വിച്ചാണ്, 6 ആംപിയർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ സ്വിച്ച് 16 ആംപിയർ ഉള്ളത് കിട്ടും, അതാണ് കുറച്ച് നല്ലത്. ഇനി നമുക്കിതിൻ്റെ ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്, 220 വോൾട്ട് വരുന്നത്. ഇവിടെ DC ആണ്, 12 വോൾട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 220 വോൾട്ട് നമുക്കൊരു സ്വിച്ച് ബോർഡ് വെച്ച് കണക്ട് ചെയ്യാം. ഇത് ഞാൻ 4 പ്ലഗുള്ള ഒരു സ്വിച്ച് ബോർഡാണ്. ഇതിൽ 2 ബൾബ്, ഫിലമെൻ്റ് ബൾബും വെച്ചിട്ടുണ്ട്, ഒരു LED ബൾബ് വെച്ചിട്ടുണ്ട്, ഒരു ചാർജറും വെച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി പവർഫുൾ ആയതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഈ അരികത്ത് വരുന്നത് 0 വോൾട്ട് ആയിരിക്കും, ഇപ്പുറത്തെ ഫേസ് വോൾട്ട്. ഈ വീഡിയോ 2 ഭാഗങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ രണ്ടാം ഭാഗവും കാണണമെന്ന് താല്പര്യപ്പെടുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇനി തുടർച്ചയായിട്ട് വരാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ ഇതിൻ്റെ രണ്ടാം ഭാഗവും കാണണമെന്ന് താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.